ബാല്യത്തിൻ്റെ ഞങ്ങളുടെ ഓർമ്മകളിൽ സമൃദ്ധമായി നിൽക്കുന്നത് ഞങ്ങളുടെ കാപ്പിത്തോട്ടങ്ങളും കമുകിൻ തോട്ടങ്ങളും നിറഞ്ഞ മലയോരത്തിൻ്റെ ഗിരിശൃംഖങ്ങളാണ്. ഇടുക്കി ജില്ലയിലെ പ്രകാശ് എന്ന് പറയുന്ന ഗ്രാമം കിളിയാർകണ്ടം ഇടവകയിലെ, ഇടുക്കി രൂപതയുടെ കിളിയാർകണ്ടം ഇടവകയിലെ അംഗങ്ങളാണ് ഞങ്ങൾ. ഈ പ്രകാശ് ഗ്രാമത്തിന് ചുറ്റും തോപ്രാംകുടി, ഉദയഗിരി, തങ്കമണി, ഉപ്പുതോട്, നീലിവയൽ, മുരിക്കാശ്ശേരി, ഇങ്ങനെ ഒത്തിരി ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ വന്ന് താമസിക്കുന്ന ജനങ്ങൾ 1940-50കളിൽ കുടിയേറിയവരാണ്. ഇടുക്കി ജില്ലയിലേക്ക് ഇങ്ങനെ കുടിയേറിയ ഈ കുടിയേറ്റ കർഷകരുടെ ജീവിതത്തിൻ്റെ ഉപാധി എന്ന് പറയുന്നത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാപ്പിക്കുരുവും അടയ്ക്കയുമൊക്കെയാണ്. വർഷകാലത്ത് ഒന്നും കഴിക്കാനില്ലാതിരിക്കുന്ന അവസരങ്ങളിൽ വല്ലപ്പോഴും ലഭിക്കുന്ന, വിശേഷപ്പെട്ട അവസരങ്ങളിൽ മാത്രം ലഭിക്കുന്ന ബോണസ് കർഷകരുടെ വലിയ ആശ്വാസമാണ്. കട്ടപ്പന സഹകരണ സംഘത്തിൽ നിന്നും ഈ ബോണസ് വാങ്ങുവാനായി പോകുന്ന ഇച്ചാച്ചൻ തിരിച്ച് വീട്ടിലേക്കെത്തുന്ന ആ ഒരു വരവാണ് എൻ്റെ ഓർമ്മകളിൽ എൻ്റെ അമ്മയും അച്ചാച്ചനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം വരച്ചു ചേർത്തത്. അച്ചാച്ചൻ വരുന്നത് രാത്രിയാണ്. രാവിലെ കാപ്പിക്കുരുവും ചുമന്നുകൊണ്ട് പോകുന്ന അച്ചാച്ചൻ രാത്രി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്കുള്ള പുത്തനുടുപ്പുകളും കൂടെ കടലമിഠായിയും ഉണ്ടാകും. അച്ചാച്ചൻ വരാതെ അമ്മ പ്രാർത്ഥന തുടങ്ങില്ല. പ്രാർത്ഥന കഴിയാതെ, സന്ധ്യാപ്രാർത്ഥന കഴിയാതെ അത്താഴമില്ല. അച്ചാച്ചനൊന്ന് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ചാണകം മെഴുകിയ ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് തൂണിൽ പിടിച്ച് ഇങ്ങനെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ നിൽപ്പ് ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെ തുടരുമ്പോൾ ഈ രാത്രിയിൽ വരുന്ന ഹൈറേഞ്ചിലെ ആളുകൾ, മലയോരത്തെ ആളുകൾ ഉപയോഗിക്കുന്നത് വലിയ ടോർച്ചൊന്നും അന്നില്ല, ചൂട്ടാണ്. ചൂട്ട് എന്ന് പറയുന്നത് ഉണങ്ങിയ തെങ്ങോലകൾ കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന ഒരു കെട്ടാണ്. ഈ ഉണക്ക ഓലക്കെട്ട് രാവിലെ യാത്രയ്ക്ക് പോകുമ്പോൾ അവർ കൊണ്ടുപോകും. അങ്ങനെ തിരിച്ച് ചൂട്ടും വീശിക്കൊണ്ടാണ് വരുന്നത്. ഈ ചൂട്ട് ഈ മല കയറി ഇറങ്ങി വരുമ്പോൾ വല്ലപ്പോഴും ഒന്ന് വീശുന്നത് ഞങ്ങൾ കാണും. അങ്ങനെ ഒരു ചൂട്ട് വീശലിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു അത് ഞങ്ങളുടെ അച്ചാച്ചനാണ്. അപ്പോൾ ഞങ്ങൾ പറയും, അതാ അച്ചാച്ചൻ എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ അന്ന് 6 മക്കളുണ്ട്. 6 പേരും ആഹ്ലാദത്തിലാണ്. പിന്നീടാണ് 7ാമനുണ്ടാകുന്നത്. ഈ 6 മക്കളും ആഹ്ലാദിച്ച് നിൽക്കുന്ന അവസരങ്ങളിൽ അമ്മ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ആ ചൂട്ട് പിന്നീട് മിന്നുന്നത് നോക്കി നിൽക്കും. ആ മിന്നലിൽ അമ്മ പറയും, അത് അച്ചാച്ചനല്ല. അപ്പോൾ ഞങ്ങൾ പറയും, അച്ചാച്ചനാണ്. അങ്ങനെ അമ്മയും ഞങ്ങളും തമ്മിലുള്ള വാഗ്വാദം നടക്കുമ്പോൾ അച്ചാച്ചൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളും അതല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അമ്മയും ആ ചൂട്ട് വീശി വീശി ഞങ്ങളുടെ വീടിൻ്റെ താഴെയുള്ള തോട്ടറമ്പിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കും. അപ്പം അമ്മ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കാത്തു നിൽക്കുകയാണ്. പിന്നീട് വീണ്ടും അത്തരത്തിലുള്ള ചൂട്ട് ഒന്ന് മിന്നുമ്പോൾ അമ്മ പറയും, അത് അച്ചാച്ചനാണ്. 1/2 കിലോമീറ്ററെങ്കിലും അല്ലെങ്കിൽ 1 കിലോമീറ്ററെങ്കിലും അപ്പുറത്ത് ഈ കമുകും തോട്ടത്തിനെയും കാപ്പിത്തോട്ടത്തിനെയും ഇടയിൽ എപ്പോഴെങ്കിലും മിന്നുന്ന ഒരു ചൂട്ടിൻ്റെ താളം അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ പറ്റുന്നു? അത് അച്ചാച്ചനാകരുതേ എന്ന് പ്രാർത്ഥിച്ച്, കടലമുട്ടായി നഷ്ടപ്പെടും എന്നുള്ള പേടിയിൽ അച്ചാച്ചനാകരുതേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അമ്മയെ വട്ടം പിടിച്ച് നിൽക്കുമ്പോൾ തോട്ടറമ്പിലൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ചൂട്ടുവെട്ടത്തിൽ ഇച്ചായൻ്റെ മുഖം ഞങ്ങൾ കാണുന്നു. ഓടിച്ചെന്ന് തോളിലിരിക്കുന്ന അരിയും കപ്പയും അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളും ഞങ്ങൾക്കുള്ള സമ്മാനങ്ങളും തുണിയൊക്കെ ഓടിച്ചെന്ന് മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഓടി വരികയാണ്. പിന്നീട് ഞാൻ അമ്മയോട് ചോദിച്ചു, സെമിനാരിയിലൊക്കെ വന്നതിന് ശേഷം, ആ ചൂട്ട് അച്ചാച്ചന് മുഖം കാണിക്കുന്നില്ല, ഇരുട്ടത്ത് കത്തുന്ന ആ ചൂട്ടിൽ മുഖം കാണാതെ അമ്മ എങ്ങനെ അത് അച്ചാച്ചനാണെന്ന് തിരിച്ചറിയുന്നു? അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അത്ഭുതമാണ് മനസ്സിൽ തോന്നുക. അപ്പം അമ്മ പറഞ്ഞു, പോയി മാതാവിനോട് പ്രാർത്ഥിക്കുക. മാതാവിനോട് പ്രാർത്ഥിക്കുമ്പം അത് നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. അമ്മയും അച്ചാച്ചനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആ താളം അത് ഒരു ചൂട്ടുവെട്ടത്തിൻ്റെ മിന്നൽ താളമായിരുന്നു. ആ ഒരു ചൂട്ടുവെട്ടത്തിൻ്റെ താളം പോലും തിരിച്ചറിയുവാൻ അമ്മയെ പ്രേരിപ്പിച്ചത്
പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ ഭക്തിയാണ്. ഈ ഒരു ഭക്തിയിൽ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എപ്പോഴും ആശ്രയിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരമ്മയായിട്ടാണ്. മാതാവേ മാതാവേ എന്ന് എപ്പോഴും അമ്മ പറഞ്ഞുകൊണ്ട് നടന്നു, ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ആ ഒരു അമ്മയുടെ ഓർമ്മ ചിത്രങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാവരും മാതാവിനെക്കുറിച്ച് കേൾക്കുവാനും മാതാവിനെക്കുറിച്ചുള്ള പാട്ടുകൾ ആസ്വദിക്കുവാനും എപ്പോഴും കാത്തിരിക്കുന്നവരാണ്. ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡും ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത്തരം മനോഹരമായ ഗാനങ്ങളാണ്. കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് ധാരാളം നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. വീട്ടിൽ ആരാണ് എപ്പോഴും ഉണ്ടാവുക? ഇപ്പോഴത്തെ കാലങ്ങളിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലിക്ക് പോകുന്ന വീടുകളാണ് കൂടുതലും. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഭാര്യാമാതാവോ ഭർത്തൃമാതാവോ പിതാവോ ഒക്കെയാണ് വീടുകളിലുണ്ടാവുക. പണ്ടൊക്കെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ ഭാര്യ മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ വരുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് വീട്ടിലെ ജോലികൾ ചെയ്തതിന് ശേഷം എന്താണ് ഈ അമ്മമാർ ചെയ്യുക? എന്നും പ്രാർത്ഥിക്കുകയാണ്. ഭർത്താവ് തിരിച്ചു വരുമ്പോൾ അപകടമൊന്നും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങൾ അറിയാതെ, മറ്റാരും അറിയാതെ അനുഭവിക്കുന്ന വേദനകൾ അതെന്തിനു വേണ്ടിയാണെന്ന് പഴി പറയുന്നു. തമ്പുരാനോട് വാഗ്വാദങ്ങൾ നടത്തുന്നു. തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് കരയുന്നു. സ്വർഗത്തിൽ ഞങ്ങൾക്കും കൂടി ഇരിപ്പിടം കിട്ടാൻ ഇനിയും ഒട്ടേറെ അഗ്നിപരീക്ഷകൾ വേണോ എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കൂടുതൽ മുൾക്കിരീടങ്ങൾ വേണോ, അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾക്ക് ഇത് തരുന്നത് എന്ന് ചോദിക്കുന്നു. ഒരുപക്ഷെ മലയാളികൾ എന്നും സ്നേഹത്തോടെ ഓർമ്മിച്ച് പാടുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അതിമനോഹരമായൊരു ഗാനമുണ്ട്. മാതാവേ എന്ന് തുടങ്ങുന്ന ഈ ഗാനം 1973 മലയാളത്തിലിറങ്ങിയ നഖങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതിയ, ദേവരാജൻ ഈണമിട്ട, പി സുശീല പാടിയ അതിമനോഹരമായ ഗാനം. മലയാളത്തിൽ ഇന്നും ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ ഭക്തിയോടുകൂടി പാടുന്ന ഒട്ടേറെ ഗാനങ്ങൾ എഴുതിയത് അക്രൈസ്തവരായ സഹോദരങ്ങളാണ്. ക്രിസ്തുവിനെക്കുറിച്ച് ധ്യാനിക്കാതെ, പരിശുദ്ധ അമ്മയുടെ ഈ സമർപ്പണ വഴികളിലൂടെ സഞ്ചരിക്കാതെ എങ്ങനെയാണ് അവർക്ക് ഈ ഗാനങ്ങൾ എഴുതാനാവുക? മാതാവേ മാതാവേ എന്ന് പി സുശീല പാടിയ മനോഹരമായ ഗാനം ഇപ്പോൾ നമുക്ക് കേൾക്കാം. പ്രശസ്ത പിന്നണി ഗായിക സെലിൻ ജോസിൻ്റെ സ്വരത്തിലൂടെ. പുത്രനെ ഞങ്ങൾക്കു നൽകിയ മാതാവേ
മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നന്മയുടെയും തിന്മയുടെയും ഭാവങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. എന്നാണ് മനുഷ്യൻ തിന്മയെ സംവഹിച്ചു തുടങ്ങിയത്? ആദത്തെയും ഹവ്വയെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തിന്മയുണ്ടായിരുന്നില്ല. സാത്താൻ്റെ പ്രലോഭനങ്ങൾക്കടിപ്പെട്ട ആദ്യ മാതാപിതാക്കൾക്ക് പിറന്ന മക്കളിലാണ് ആദ്യമായി തിന്മയുടെ യഥാർത്ഥ ഭാവങ്ങൾ നമ്മൾ കാണുന്നത്. പകയും വിദ്വേഷവുമായി അത് അന്നു മുതൽ ഇന്നും ലോകത്തിൽ ഇങ്ങനെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി പകയുണ്ടായത്, ആദ്യമായി അസൂയയുണ്ടായത്, അത് കായേനും ആബേലും തമ്മിലുള്ള ബന്ധങ്ങളിലാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വന്തം സഹോദരനോട് പകയും വിദ്വേഷവും ഉണ്ടാകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അയൽവക്കക്കാരോട് ചിലപ്പോൾ നമുക്കുണ്ടായേക്കാം. എന്നാൽ സ്വന്തം സഹോദരനോട് പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനാപൂർവം ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ ഗാനം കേൾക്കണം. 1973 പത്മവ്യൂഹം എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രശസ്ത ഗാനരചയിതാവും സിനിമ പ്രവർത്തകനുമായ ശ്രീകുമാരൻ തമ്പി എഴുതി നമ്മുടെ പ്രിയങ്കരനായ MK അർജുനൻ മാസ്റ്റർ ഈണമിട്ട എസ് ജാനകി പാടിയ മനോഹരമായ ഗാനം. ആ ഗാനം നമ്മൾക്കെല്ലാവർക്കും അറിയാം. 1973 മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ആവേശത്തോടെ ഇന്നും പാടാൻ ആഗ്രഹിക്കുന്നതാണ്. ആദാമിൻ്റെ സന്തതികൾ കായേനും ആബേലും. ബേബി അന്നയാണ് നമുക്ക് വേണ്ടി ഇന്നത് പാടുന്നത്. ഓരോ വരികളും ധ്യാനമാണ്. ശ്രീകുമാരൻ തമ്പി അന്ന് നടത്തിയ ഈ ധ്യാനത്തിൻ്റെ തുടർച്ചയിൽ ഈ ഗാനം നമുക്ക് പ്രാർത്ഥനയാവട്ടെ. ശ്രദ്ധയോടെ നമുക്ക് ഈ ഗാനം കേൾക്കാം. സന്തതികൾ കായേനും ആബേലും അവരല്ലോ ഭൂമി
നമ്മൾ ഇന്ന് കേട്ട 2 ഗാനങ്ങളിലും ഇത്തരത്തിൽ ഹൃദയത്തിൻ്റെ ഇഴകളെ അടുപ്പിക്കുവാൻ പോരുന്ന പ്രാർത്ഥനയുണ്ട്, മനോഹരമായ ഭാവമുണ്ട്. പരസ്പരം ക്ഷമിക്കുവാൻ, അല്പം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ എന്ന് പിന്നീടോർത്ത് വേദനിക്കാതെ ഇപ്പോൾ തന്നെ ക്ഷമിക്കുവാൻ, അല്പം കൂടി സ്നേഹിക്കുവാൻ, അല്പം കൂടി സഹാനുഭൂതി കാണിക്കുവാൻ ഈ ഗാനങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് തമ്പുരാനുള്ള പ്രാർത്ഥനയാണ്. ഈ ഒരു ദൈവാനുഭവം നമുക്ക് നൽകുന്നതിന് ശാലോം TV സംപ്രേഷണം ചെയ്യുന്ന കാവ്യാമൃതം എന്ന ഈ പരിപാടിയുടെ പിന്നിൽ ഒട്ടേറെ പേർ പ്രാർത്ഥനയോടെ നിൽപ്പുണ്ട്. പ്രാർത്ഥനയോടെയാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത് തന്നെ. അത്തരത്തിൽ ഈ പ്രാർത്ഥന എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്കും കൂട്ടുണ്ട് എന്നോർപ്പിച്ചുകൊണ്ട് കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡ് ആസ്വദിച്ച നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും ആനന്ദവും നിത്യമീ